കടത്തനാട് ലേബർ സൊസൈറ്റി നിക്ഷേപക തട്ടിപ്പ് കേസിൽ പ്രതികളായ റിനീഷും സുധീർ കുമാറും പോലീസ് കസ്റ്റഡിയിൽ. റിനീഷിനെ 4 ദിവസത്തേക്കും സുധീർ കുമാറിനെ 3 ദിവസത്തേക്കുമാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിനാലാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. റിമാൻഡിലായിരുന്ന പ്രതികളായ റിനീഷ്, സുധീർ കുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് വടകര മജിസ്ട്രേറ്റ് കോടതി ഇരുവരെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. സൊസൈറ്റി ഡയറക്ടറായ റിനീഷിനെ 4 ദിവസത്തേക്കും മുൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ TV സുധീർ കുമാറിനെ 3 ദിവസത്തേക്കുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്, വ്യാജരേഖകൾ ചമച്ചതിൽ ഇവരുടെ പങ്ക് തുടങ്ങിയവയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് കരുതുന്നത്. കേസിലെ 1-ാം പ്രതിയും സൊസൈറ്റി സെക്രട്ടറിയുമായ പ്രിയനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇവർ വൈകാതെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കടത്തനാട് ലേബർ സൊസൈറ്റിയിൽ നടന്ന കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ വലിയ ജനരോഷമാണ് ഉയരുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര RDO ഓഫീസിന് മുന്നിൽ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.